അഡിയോസ് അമീഗോസ് സ്പോയിലർ ടോക്ക്. അപ്പോൾ സിനിമ കാണാത്ത ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ കാണരുത്. ഇത് തുടങ്ങുമ്പോൾ തന്നെ സുരാജിൻ്റെ ലൈഫാണ് കാണിക്കണം. ആദ്യം സുരാജ് ഇങ്ങനെ പണിക്ക് പോകുന്നു. പുള്ളി എറണാകുളത്താണ് താമസിക്കുന്നത്. പുള്ളി എന്തോ കാഷ്വൽ ലേബറാണ്. പുള്ളി പെയിൻറ്റ് പണിക്കാൻ കണ്ടുമാണ് പോണത്. പിന്നെ ആ നേരത്ത് ഗണപതിയൊക്കെ ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ പുള്ളി വൈകുന്നേരം ആകുമ്പോൾ ഇവർ റൂമിൽ വന്നിരുന്ന് വെള്ളമടിക്കണു, ആഘോഷിക്കണു, ആരുടെ ബർത്ത്ഡേ. അടുത്ത ദിവസം എഴുന്നേറ്റ് പുള്ളി കുളിച്ച് റെഡി ആവണു. ആ നേരത്ത് കോള് വന്നു. സുരാജിൻ്റെ അമ്മയ്ക്ക് വയ്യ. സുരാജിൻ്റെ പെങ്ങളാണ് വിളിക്കുന്നത്. അപ്പോൾ എന്നാൽ ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് വരാം, കട്ടപ്പനയിലേക്ക് വരാമെന്നും പറഞ്ഞു. സുരാജിന് എന്നിട്ട് 25,000 രൂപ വേണം. അതിന് വേണ്ടി ആരോ ഇങ്ങനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. സജുവോ അങ്ങനെ ആരോട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, എന്നാൽ നീ വൈറ്റിലേക്ക് വാ, ഞാൻ കാശ് തരാം, 25,000 തരാമെന്ന് ഈ സജി ആരാണ്ടും പറയും. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് സുരാജ് നേരെ വൈറ്റിലേക്ക് പോകും. ആ നേരത്താണ് ആസിഫ് അലി ആദ്യം ഇങ്ങനെ മെട്രോയിൽ ഇങ്ങനെ ഇരുന്ന് പുള്ളി ഇങ്ങനെ വന്നു. പുള്ളി പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ തുള്ളിച്ചാടിയൊക്കെ ഇങ്ങനെ നിൽക്കണേ. പുള്ളി എന്നിട്ട് മെട്രോയിലിരുന്ന് മദ്യപിക്കും. അപ്പോൾ ആരോ ഒരു പെണ്ണ് കാണും. എന്നിട്ട് ആ പെണ്ണ് പോലീസിനെ വിളിച്ച് പറയും. അപ്പോൾ പോലീസ് വന്നു, ഇയാളെ പൊക്കുന്നു. അപ്പോൾ ആസിഫ് അലി പറഞ്ഞു വേഗം ഒരു കോൾ വിളിക്കും. ആരോ പുള്ളിക്കപ്പോൾ നല്ല പിടിപാടുള്ള ആളാണ്. അപ്പോൾ പോലീസുകാർ വേഗം അയ്യോ സാറിനെ ഞങ്ങൾ കൊണ്ടുപോയി വിടണോ എന്നൊക്കെ ചോദിക്കും. അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് പുള്ളി പോകും. പിന്നെ പുള്ളി ഇങ്ങനെ വഴിക്കൂടെ നടക്കുമ്പോഴൊക്കെ ആർക്കെങ്കിലുമൊക്കെ കള്ള് വേണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് പുള്ളി ഇങ്ങനെ മദ്യമൊക്കെ ഇങ്ങനെ കൊടുക്കുന്നു. അങ്ങനെ ഫുള്ള് ഒരു വല്ലാത്തൊരു സെറ്റപ്പ്. എന്നാൽ കണ്ടു കഴിഞ്ഞാൽ ഒരു പയ്യൻ ലുക്കൊന്നും അല്ല. പുള്ളിക്ക് അതിനകത്ത് കഷണ്ടിയൊക്കെ വരുത്തിയിട്ടുണ്ട്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് തോന്നില്ല, ആർട്ടിഫിഷ്യലായിട്ട് തോന്നില്ല. പിന്നെ ഇങ്ങനെ പോയി ഇവർ രണ്ടുപേരും കാണും. വൈറ്റിലെ ഹബ്ബിൽ വെച്ച് ഈ ആസിഫ് അലിയും സുരാജും കാണും. അവിടെ ഇങ്ങനെ വൈറ്റിലെ ഹബ്ബിൽ പുള്ളി ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. ചേട്ടാ എങ്ങോട്ട് പോകണു, അങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ ഞാനും കൂടെ വരട്ടെ, ഞാനും കമ്പനി തരാം എന്നൊക്കെ പറഞ്ഞ് ആസിഫ് അലി ഇങ്ങനെ വെറുപ്പിക്കലും. പുള്ളി ഫുള്ള് ഇങ്ങനെ കുടിച്ചിങ്ങനെ ഹാപ്പി മൂഡിലിങ്ങനെ നിൽക്കണു. ആ നേരത്ത് സുരാജിനെ കാണുന്നു. സുരാജിനെ അടുത്ത് എന്നിട്ട് പതുക്കെ സുരാജനാണെങ്കിൽ ഒരു ചായ കുടിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി വന്ന് പതുക്കെ സംസാരിച്ച് ഇയാളുടെ അവിടെ കൂടി നമുക്കൊരു ചായ കുടിച്ചാലോ എന്നൊക്കെ ചോദിക്കും. അവസാനം പുള്ളി പതുക്കെ എന്നാൽ ചായ കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കൊണ്ടുപോയി ഇയാളെ കുറേ മദ്യപിപ്പിക്കും. അങ്ങനെയല്ലേ പറയുക. എനിവേസ് സുരാജ് എന്നിട്ട് ആദ്യം താല്പര്യമില്ല. അപ്പോൾ കാരണം ഈ പുള്ളിക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യണം. ഈ സജു, അയാളുടെ പേര് ഞാൻ മറന്നു. അയാൾ വരാൻ കുറേ നേരം പിടിക്കുന്ന ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ പുള്ളിയാണെങ്കിൽ രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുള്ള പുള്ളിക്ക് തീരെ ദാരിദ്ര്യം. അപ്പോൾ ഇയാളിങ്ങനെ വിളിച്ചപ്പോൾ, ആസിഫ് അലി ഇങ്ങനെ വിളിച്ചപ്പോൾ പതുക്കെ ചെന്ന് ഇവർ ടോയ്ലറ്റിൽ പോയി കുടിക്കും. അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ ഇവർ രണ്ടുപേരും സെറ്റാവും. പിന്നെ ഇവർ ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞ് പിന്നെ നടക്കണത് ഈ ആസിഫ് അലി ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് നേരെ ശംഖുമുഖത്തേക്ക് പോകാം, നമുക്ക് അവിടെ ചെന്ന് സൂര്യാസ്തമയം കാണാം എന്നൊക്കെ പറഞ്ഞ് നേരെ വണ്ടി കയറും. KSRTC കയറും. അതിൽ കയറി കഴിയുമ്പോൾ ഇയാളെ വിളിക്കും, വാ 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 എന്നൊക്കെ പറയും. അപ്പോൾ ആ നേരത്ത് ഈ സുരാജിന് വീണ്ടും കോൾ വരും, ഇനിയും വൈകും, വേറെ അങ്ങോട്ടൊക്കെയോ പോകണം എന്നൊക്കെ പറഞ്ഞ്. സജു എന്ന് പറഞ്ഞ ആൾക്ക് വേറെ എവിടെയൊക്കെയോ പോകണം, അത് കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോൾ വൈകും എന്നൊക്കെ പറയും. അപ്പോൾ ഇയാളവസാനം പുള്ളിയാണെങ്കിൽ പകുതി ബോധമില്ല കുടിച്ചത് കാരണം. അപ്പോൾ പിന്നെ ആസിഫ് അലി വിളിക്കുമ്പോൾ പുള്ളി വണ്ടി കയറും. പിന്നെ വണ്ടിയിൽ ഇങ്ങനെ കുറേ തമാശ സീനുകൾ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ നല്ല രസമായിട്ട് അതിനകത്ത് ഇടയ്ക്ക് ഒരു പാട്ടൊക്കെ ഉണ്ട്, ചെറിയൊരു പാട്ടൊക്കെ ഉണ്ട്. അതിനകത്ത് ഇവർ രണ്ടുപേരും ഇങ്ങനെ ഈ ആസിഫ് അലി ഇങ്ങനെ അലമ്പുണ്ടാക്കുകയാണ് വണ്ടി കിടന്ന്. സുരാജാണെങ്കിൽ പുള്ളിയും കുടിച്ചിങ്ങനെ ബോധമില്ല, പകുതി ആടിക്കൊണ്ടായിരിക്കണം. എന്നിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞു, എന്താ കൂട്ടുകാരാന്ന് വിളിക്കണം. അത് എന്താ കൂട്ടുകാരെ, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മദ്യപിക്കരുത്, പൊതുസ്ഥലത്ത് ഇങ്ങനെ കുഴപ്പമുണ്ടാക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് കുറേ കോമഡികൾ ഇങ്ങനെ നല്ല രീതിയിലുണ്ട്. അത് നല്ല രസത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരാൾ വന്ന് ഇവരുടെ അടുത്ത് ഭീഷണിപ്പെടുത്തും. ഇവരെ ചെന്ന് നിങ്ങൾ വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ പണി ഉണ്ടാക്കണം, ഞാൻ നിങ്ങളെ ഇടിച്ച് നിങ്ങളെ ഷേപ്പ് മാറ്റുന്നൊക്കെ പറയും ഒരാൾ. പുള്ളി ഒരു മൊട്ടത്തലയൻ. അപ്പോൾ ആസിഫ് അലി എന്നാൽ ഞാൻ നിനക്ക് പണി തരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ചിട്ട് പറയും, വെറുതെ പറ്റിക്കാൻ വേണ്ടി വേഗം ചേർത്തലയിലേക്ക് വാ, നമ്മുടെ പിള്ളേരെയും കൂട്ടിക്കൊണ്ട് ഇവിടെ ഒരുത്തനെ അടിക്കാനുണ്ടെന്നൊക്കെ പറയും. അത് കേട്ടപ്പോഴത്തേക്കും ആ മൊട്ടത്തലേന് പേടിയാവും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആസിഫ് അലി പറയും, ഞാൻ ചുമ്മാ ഞാൻ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് ഇവർ കൊല്ലത്തെത്തി കഴിയുമ്പോൾ പിന്നെ
അവിടെ അപ്പോൾ ഈ ആസിഫ് അലിയുടെ കയ്യിൽ നല്ല കാശുണ്ട്. പുള്ളി എല്ലാവർക്കും ഇങ്ങനെ എവിടെ ചെന്നാലും കടയിൽ ചെന്നാലും വെറുതെ 500 നോട്ടൊക്കെ എടുത്ത് കൊടുക്കും. എന്നിട്ട് പറയും എനിക്ക് ബാക്കിയൊന്നും വേണ്ട. എന്നിട്ട് ഇങ്ങനെ പോണ വഴിക്ക് പുള്ളി ഇങ്ങനെ ഫോട്ടോസൊക്കെ കാണിക്കും. അതെ ഞാൻ ഇവിടെ പോയിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്, ഇത് ലണ്ടനാണ്, ഇത് അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറയും. അപ്പോൾ ഈ സുരാജിന് മനസ്സിലായി ഇയാളെന്തോ വലിയ പിടിപാടുള്ള ആളാണ്, കാശുള്ള ആളാണെന്ന് മനസ്സിലായി. പിന്നെ കൊല്ലത്തെത്തി കഴിഞ്ഞ് അവിടെ വെച്ച് ഇറങ്ങും ഇവർ. ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആസിഫ് അലിക്ക് മദ്യം തീർന്നു. പറഞ്ഞ് നമുക്ക് വേഗം മദ്യം മേടിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് പുള്ളി പിന്നെ മദ്യം മേടിക്കാനൊക്കെ പോകും. അതിൻ്റെ ഇടയ്ക്ക് ഇവർ ഒരു ഡ്രസ്സ് കടയിൽ ചെല്ലും. അവിടെയാണ് മറ്റൊരു ക്യാരക്ടർ വന്നെ. ഈ ആസിഫ് അലിക്ക് ഇഷ്ടമുള്ളൊരു പെണ്ണ് ഹേമ എന്നാണ് പേര്. അപ്പോൾ ഈ പെണ്ണിനെ തപ്പി ഈ ഇവിടെ ചെല്ലും, ഈ ഡ്രസ്സ് കടയിൽ ചെല്ലും. എന്നിട്ട് പിന്നെ ആ പെണ്ണിനെ തപ്പി, ആ പെണ്ണാണെങ്കിൽ കാണാൻ താല്പര്യമില്ല, ഇയാളാണെങ്കിൽ കുടിച്ചിരിക്കണ അവസ്ഥ, പിന്നെ കാണാൻ താല്പര്യമില്ല. അയാളെ എന്നിട്ട് ഒഴിവാക്കാൻ ഈ സുരാജിൻ്റെ അടുത്ത് പറയും. എന്നിട്ട് അപ്പം നൈസായിട്ട് ഒഴിവാക്കുക. അപ്പോൾ സുരാജ് പറയുമ്പോൾ നമുക്ക് പോവാം, നമ്മളാകെ നമ്മുടെ കോലമൊന്നും ശരിയല്ല, നമുക്ക് പോയി കുളിച്ച് റെഡിയായി ഫ്രഷായി വരാം, അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഹേമയെ കാണാമെന്നൊക്കെ പറയും. അപ്പോൾ ഈ ആസിഫ് അലി ഇങ്ങനെ നിൽക്കണത് ഇയാളുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഇയാളുടെ അടുത്ത് എങ്ങനെയെങ്കിലും പറയണമെന്നുണ്ട്, പക്ഷെ പറയുന്നില്ല, പറയാനൊരു മടി. എന്നിട്ട് പിന്നെ അവർ ഈ സുരാജ് പറയും നമുക്കൊരു ലോഡ്ജ് എടുക്കാമെന്ന് പറയും. അപ്പോൾ ഇയാൾ നേരെ പോയി വലിയൊരു ഹോട്ടലെടുക്കും. ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്ത് അതിനകത്ത് ചെന്ന്, പിന്നെ അതിനകത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെയും ഇതിങ്ങനെ ഒരു കോമഡി രീതിയിലാണ് കഥ മൊത്തം ഇങ്ങനെ പോണേ. അവിടെയും കുറച്ച് കോമഡിയൊക്കെ ഇങ്ങനെ കാണിക്കും. സുരാജ് ഇങ്ങനെ ബാത്റൂമിൽ കയറിയിട്ട് ബാത്റൂമിൽ വലിയ ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിക്ക് അപ്പോൾ അതൊന്നും ഉപയോഗിക്കാൻ അറിയില്ല. എന്നിട്ട് പുള്ളി ബാത്ത് ടബിൽ കയറി ഇരുന്ന് അതിനകത്ത് വെള്ളം നിറച്ച്, ഈ ബക്കറ്റിൽ വെള്ളം നിറച്ച് അതിനകത്തിരുന്ന് കുളിക്കും. അത് കഴിയുമ്പോഴത്തേക്കും പുള്ളിക്ക് തോന്നും ഇയാൾ നല്ല ആളാണ്, ഇയാൾ ചിലപ്പോൾ നമ്മളെ സഹായിക്കും എന്നൊക്കെ പുള്ളിക്ക് തോന്നും, ഈ ആസിഫ് അലി. അപ്പോൾ പിന്നെ പുള്ളി അതൊക്കെ ചോദിക്കണമെന്നുണ്ട്. പക്ഷെ അപ്പോഴും ആസിഫ് അലി ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ നീരാടുകയാണ്. ഒരു ബോട്ടിൽ കഴിയുമ്പോൾ അടുത്ത ബോട്ടിൽ, അത് കഴിയുമ്പോൾ അടുത്ത ബോട്ടിൽ, അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ആ നേരത്തെ ഇടയ്ക്ക് ഒരു സൈഡല്ല ഗസ്റ്റ് റോള് പോലെ ഇയാൾ വരും. ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളയുടെ ഡയറക്ടർ പുള്ളി വന്നിട്ട് ഈ സുരാജിൻ്റെ കൂട്ടുകാരനാണ്. എന്നിട്ടപ്പോൾ സുരാജ് പറയും ഞാൻ ഈ ഹോട്ടലിലുണ്ട്, ഇവിടേക്ക് ഇങ്ങനെ വിളി വരുമ്പോൾ പറയും ഞാനിവിടെ ഉണ്ടെന്ന് പറയും. അപ്പോൾ പുള്ളി വേഗം വന്നിട്ട് ചേട്ടൻ എങ്ങനെ ഇവിടെ വന്നേ, ഈ വലിയ സെറ്റപ്പൊക്കെ ആയല്ലേ, ഈ ആളായിട്ടൊക്കെ കോണ്ടാക്റ്റ് ഉണ്ടല്ലേ, ഇയാൾ വലിയ കാശുകാരനാണല്ലേ എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ എനിക്കൊന്ന് പരിചയപ്പെടണം എന്നൊക്കെ പറയും. എന്നിട്ട് പിന്നെ പക്ഷേ ഇയാളങ്ങനെ പരിചയപ്പെടുത്തില്ല, അങ്ങനെയൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അയാളെ പുറത്താക്കും. അത് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ അയാൾക്ക് ദേഷ്യം വരും, നീ നന്നാവില്ലടാ എന്നൊക്കെ പറഞ്ഞ് പുള്ളി പോകും. അതിൻ്റെ ഇടയ്ക്ക് ഈ സോജുവോ എന്താണ് അവൻ്റെ പേരും കിട്ടുന്നില്ല, അയാളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അത് മറ്റേ അവസാനമാണ് അറിയണത് ഷൈൻ ടോം ചാക്കോ ആണ്. അപ്പോൾ പുള്ളി വിളിക്കുമ്പോൾ പുള്ളി പിന്നെയും കുറേ നേരം വൈകും എന്നൊക്കെ പറയും. അപ്പോൾ ഇയാൾക്കാണെങ്കിൽ സുരാജനാണെങ്കിൽ ആകെ ദേഷ്യം വരും. പുള്ളി ആ നേരത്ത് പറയും എനിക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വരെ നമ്മളെ സഹായിക്കാനുണ്ട്, നീ കാശ് മാത്രമല്ല എല്ലാം എന്നൊക്കെ ഇങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആസിഫ് അലി എഴുന്നേൽക്കുമ്പോൾ ഈ ഹേമയെ കാണാൻ പറ്റില്ല, കാരണം അയാൾ എഴുന്നേൽക്കുമ്പോൾ രാത്രി 12 മണിയൊക്കെ കഴിയും. അപ്പോൾ ഇയാൾ പറയും നമുക്കെന്നാൽ നാളെ കാണാം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഹേമ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ച സമയത്ത് ഈ സുരാജ് പറഞ്ഞു ഇയാൾ ആകെ നല്ല ഉറക്കത്തിലാണെന്നൊക്കെ പറയും. അപ്പോൾ ആസിഫ് അലി ആകെ ചൂടാകും, നീ എന്തിനാ ബോസ് എന്തിനാണ് എന്നെ ഞാൻ കുടിച്ചു എന്നൊക്കെ പറയാൻ പോയേ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കര ചൂടായി ആദ്യം ഇറങ്ങിപ്പോകാനൊക്കെ പോകും. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ തിരിച്ചു വരും, വേറെ കാരണം കൊണ്ടൊക്കെ തിരിച്ചു വരും. ഇങ്ങനെ ചില ഭാഗത്ത് അവിടെയൊക്കെ എത്തിയപ്പോൾ ഇത്തിരി ഒരു എന്താ പറയുക, ചെറിയ രീതിയിലൊരു ലാഗടിക്കണ പോലെയൊക്കെ തോന്നി. അത് കഴിഞ്ഞ് തിരിച്ചു വരും. തിരിച്ചു വന്ന് വീണ്ടും പിന്നെ ഇവർ അടുത്ത ദിവസം അവിടെ നിന്ന് ഇറങ്ങി ഈ ഹേമയെ കാണും. ഹേമയെ കണ്ടു കഴിഞ്ഞ് ആ നേരത്തൊക്കെയാണ് കാര്യം പറയണത്, ഈ ഹേമ ആരാണ് എന്താണെന്നൊക്കെ പറയണേ. ഈ പെണ്ണ് പണ്ട് ആസിഫ് അലിയുടെ കൂടെ പഠിച്ച പെണ്ണായിരുന്നു. കുറേ കഴിഞ്ഞിട്ട് ഒരു
ആക്സിഡൻറ്റ് പറ്റി, ഈ പെണ്ണിന് കാര്യമായിട്ട് എന്തൊക്കെയോ പറ്റി, ഇയാൾക്കും കുറേ കാര്യമായിട്ട് പറ്റി. അത് കഴിഞ്ഞ് പിന്നെ ഇവർ ആക്സിഡൻറ്റിൽ നിന്നൊക്കെ എങ്ങനെയോ പുള്ളിക്കാരൻ രക്ഷപ്പെട്ടു വന്നു, ഈ പെണ്ണും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു വന്നു. അത് കഴിഞ്ഞ് പുള്ളി ഈ ആസിഫ് അലി വേറെ ആരോ കല്യാണം കഴിച്ചു. എന്നിട്ട് ഈ പെണ്ണ് പക്ഷെ എന്നാലും ഇഷ്ടമാണ്, ഈ പെണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണും. അപ്പോൾ ആദ്യം ഇയാൾക്കൊന്നും മനസ്സിലായി, ഈ സുരാജിന് സംഗതി എന്താണെന്നൊന്നും മനസ്സിലായില്ല. പിന്നെ ഈ പെണ്ണിനെ കണ്ടു കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോഴാണ് മനസ്സിലാവണേ ഈ പെണ്ണിനൊരു കാലില്ല. അപ്പോൾ കാല് പോയത് ഈ ആക്സിഡൻറ്റിൽ വെച്ചാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ആസിഫ് അലിയെ പിടിച്ച് എങ്ങനെ വീട്ടുകാർ വേറെ ആരോ കല്യാണം കഴിപ്പിച്ചു, വേറെ ആരെ കൊണ്ടോ കല്യാണം കഴിപ്പിച്ചു. എന്നാൽ ഈ പെണ്ണിന് കാലില്ലാത്ത കാരണം ആരും കല്യാണം കഴിക്കാൻ വന്നില്ല. അപ്പോൾ ആസിഫ് അലി ഇടയ്ക്ക് വന്ന് ഈ പെണ്ണിനെ എങ്ങനെയെങ്കിലും സഹായിക്കാം. കാരണം പുള്ളി വലിയ ബിസിനസ് ഫാമിലിയാണ്. ആസിഫ് അലിയുടെ അച്ഛൻ ഭയങ്കര കാശുകാരൻ, പുള്ളിക്കാണെങ്കിൽ ഇങ്ങനെ കുറേ കാശുണ്ട്, പുള്ളിക്ക് അവിടെ ഇവിടെയൊക്കെ കുറേ ബന്ധങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ പെണ്ണെ സഹായിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ആ പെണ്ണ് ആരുടെ സഹായമില്ലാതെ ഞാൻ ജീവിക്കാമെന്നൊക്കെ പറഞ്ഞു. ആ പെണ്ണൊട്ടും ആ ക്യാരക്ടർ ഒട്ടും റിയലിസ്റ്റിക്കായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അത്രയും അത് ഒരു ഡ്രസ്സ് കടയിൽ എന്താ പറയുക, സെയിൽസ് ഗേളിനെ പോലെ നിൽക്കുന്ന ഒരു പെണ്ണാണ്. ഇയാളുടെ ഒരു സഹായം മേടിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പമെന്താ, കാലില്ലാത്തൊരു കാര്യമല്ലേ. എനിക്കൊട്ടും തോന്നിയില്ല. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഉപദേശം പോലെയൊക്കെയാണ് സംസാരിക്കുന്നത്. അതാ മറ്റേ ആ ആക്ട്രസ് അനഘയാണത് തന്നെ, മറ്റേ ഭീഷ്മപർവ്വത്തിൽ. അത് എനിക്ക് നന്നായിട്ട് തോന്നിയില്ല. അങ്ങനെ ഭയങ്കര ഒരു ഉപദേശം രീതിയിലൊക്കെയാണ് സംസാരിക്കണേ. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെയും ഇവർ യാത്ര തുടങ്ങും. അപ്പോഴും ഈ സുരാജ് ഇങ്ങനെ പറയണില്ല എന്താ കാര്യം എന്ന് പറയണില്ല. എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു പാട്ടൊക്കെ ഉണ്ട്. ഇവരെന്നിട്ട് നേരെ ആലപ്പുഴ എത്തും. ആലപ്പുഴയിൽ ഒരു ബോട്ട് വഴി പോവും. ബോട്ട് വഴി പോയി ആലപ്പുഴയിലെത്തി. അവിടെ വെച്ച് പിന്നെ പാട്ടൊക്കെ കഴിയുമ്പോഴാണ് ഇയാൾ പറഞ്ഞത്, എനിക്കിങ്ങനെ കാശ് വേണം, ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ നിൽക്കുകയാണ്, എനിക്ക് മറ്റേ ആൾ തന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇയാൾ പറയും എന്നാൽ കാശ് തരാമെന്നൊക്കെ പറഞ്ഞ് പുള്ളി പിന്നെ നേരെ പുള്ളിയുടെ ഭാര്യയെ വിളിക്കും. എന്നിട്ട് ഒരു 50,000 രൂപ, ഇയാൾക്ക് 25,000 വേണ്ടേ, ഒരു 50,000 രൂപ ഈ അക്കൗണ്ടിലേക്ക് ഇടണമെന്ന് പറയും. അപ്പോൾ ഭാര്യ ഇല്ല തരില്ല എന്നൊക്കെ പറയും. പിന്നെ ആ നേരത്താണ് അത്രയും നേരം ആസിഫ് അലിയുടെ ഇങ്ങനെ കുറേ കാശ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, നോട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കളിക്കുകയാണ്, എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുക. പക്ഷേ ആവശ്യം വന്ന് സുരാജ് ചോദിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇയാൾക്ക് കാശ് എടുക്കാനില്ല. ഇയാൾ ഭാര്യ അടുത്ത് പറഞ്ഞപ്പോൾ ഭാര്യ ഇടില്ല എന്ന് പറയും. പിന്നെ അച്ഛനെ വിളിച്ച് പറയും, അപ്പോൾ അച്ഛൻ പറയും പറ്റില്ല എന്നൊക്കെ പറയും. പിന്നെ നടക്കുന്നത് ഈ സുരാജും ആസിഫും കൂടെ ആസിഫിന് അറിയാവുന്ന ആൾക്കാരുടെ സ്ഥലത്തേക്ക് പോകലാണ് കാശ് തപ്പി. അതിൻ്റെ ഇടയ്ക്ക് ആലപ്പുഴയിൽ വെച്ച് ഇവരെ പോലീസ് വെക്കുമ്പോൾ ഈ സുരാജിനെയാണ് കണ്ടിട്ട് പോക്കണേ. നിന്നെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് വെച്ചുകൊണ്ടാണ് പോലീസ് വെക്കണേ. അപ്പോൾ അവസാനം മനസ്സിലാവും സുരാജ് പണ്ടൊരു ചെക്ക് കേസിൽ പെട്ടിട്ടുണ്ട്, ചെക്ക് മടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ എവിടെന്നോ കാശ് കടം മേടിക്കാൻ നേരത്ത് ബ്ലാങ്ക് ചെക്ക് കൊടുത്തു. എന്നിട്ട് അത് എഴുതി മേടിക്കാൻ നേരത്ത് കാശില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ എന്നിട്ട് അവസാനം പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ ഒരു ഊരി വരും. കാരണം ഇയാൾ പറയും അമ്മയ്ക്ക് ഇങ്ങനെ വയ്യ എന്നൊക്കെ പറയും. അങ്ങനെ ഇവർ രണ്ടുപേരും വിട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ രാത്രിയായിട്ട് പിന്നെ സുരാജ് അപ്പോൾ പറയും എനിക്ക് നിങ്ങളുടെ കാശ് വേണ്ട, കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് അവിടെ എത്തിയാൽ മതി എന്ന് പറയും. അപ്പം ശരിയെന്ന് പറഞ്ഞ് പിന്നെ ഇയാളുടെ കയ്യിലാണെങ്കിൽ കാശേ ഇല്ല, രണ്ടുപേരുടെ കയ്യിൽ കാശില്ല, രണ്ടുപേരുടെ കയ്യിൽ കാശ് തീർന്നിരിക്കുക. എന്നിട്ട് പിന്നെ സുരാജ് ബസ് പിടിച്ച് പോകാൻ പോകും. ആ നേരത്തൊരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ബായിയുടെ അടുത്ത് ഈ സുരാജ് കാശ് ചോദിക്കും. ബായി എടുത്ത് തരുമ്പോൾ 100 രൂപയൊക്കെ എടുത്ത് കൊടുക്കും. എന്നിട്ട് ആ നേരത്ത് ആസിഫ് അലി വീണ്ടും വരും. ഒരു ടാക്സി വിളിച്ച് ഏതോ ടാക്സിക്കാരനെ പുള്ളി അപ്പോഴത്തേക്കും കമ്പനിയായി ടാക്സി വിളിച്ചുകൊണ്ട് വരും. ടാക്സിക്കാരനായിട്ട് വന്നത് വിനീത് തട്ടിൽ. പുള്ളി കറക്റ്റ് പുള്ളിയുടെ തൃശ്ശൂർ സ്ലാങ്ങും വെച്ച് വരുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇവർ രണ്ടുപേരും പിന്നെ ആ വണ്ടി കയറി. ആസിഫ് അലി പറയും നേരെ വണ്ടി എന്താണ് കലൂരല്ല പാലാരിവട്ടത്തോ അങ്ങോട്ട് അവിടെ പോകാൻ പറയും. അവിടെ പോയി അവിടെ ഒരു വലിയൊരു ഹോട്ടലിലേക്ക് ചെല്ലും.
ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഇയാളുടെ അളിയനുണ്ട്, ആസിഫ് അലിയുടെ അളിയനുണ്ട്. അവിടെ കിട്ടും, എൻ്റെ കാശ് ഞാൻ അവിടെ റെഡിയാക്കി തരാമെന്നൊക്കെ പറയും. അന്നേരത്തും ആസിഫ് അലി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടി ഇങ്ങനെ എൻ്റെ ഇടയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ഇങ്ങനെ കുടി ഇങ്ങനെ നടക്കുക. എന്നിട്ട് അവിടെ ചെല്ലും. പാലാരിവട്ടത്ത് എവിടെയോ ചെന്ന് ഈ ഹോട്ടലിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അളിയന് ആസിഫ് അലിയുടെ അച്ഛൻ്റെ കോളാ നേരത്ത് വരും. അച്ഛൻ പറയും അവൻ കാശ് ചോദിച്ച് വരും, കാശ് കൊടുക്കരുതെന്ന് പറയും. കാരണം ഇയാൾ ഭയങ്കര ധൂർത്തനാണെന്നാണ് പറഞ്ഞത്. ഇയാൾ പറഞ്ഞത് ആസിഫ് അലിയുടെ കുഴപ്പം ഈ ആക്സിഡൻറ്റ് പറ്റണവരെ പുള്ളിക്ക് നല്ല കുഴപ്പമില്ലാത്ത ലൈഫായിരുന്നു. പക്ഷേ ആക്സിഡൻറ്റ് കഴിഞ്ഞ് പിന്നെ പുള്ളിക്ക് എന്തോ ഇതുപോലെയായി പുള്ളി ഇങ്ങനെ ഭയങ്കര ധൂർത്തും, എന്താ പറയുക, ലൈഫ് ഇത്രയൊക്കെ ഉള്ളൂ, എപ്പോൾ വേണേലും മരിക്കാം, അപ്പോൾ ഫുള്ള് എല്ലാവർക്കും എൻജോയ് ചെയ്യൂ, നിങ്ങളെല്ലാവർക്കും ഹെൽപ്പ് ചെയ്യൂ എന്നൊക്കെയുള്ളൊരു മൈൻഡായി പുള്ളിക്ക്. പക്ഷെ അത് വീട്ടുകാർക്ക് ഇഷ്ടമല്ല. പുള്ളി അപ്പോൾ ഈ അളിയൻ കാശ് തരില്ല. അപ്പോൾ പിന്നെ അവിടെ കുറേ തമാശയുണ്ട്, ഈ വിനീത് തട്ടലിനെ വെച്ച് കുറേ തമാശയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് വേറെ കലൂരിലേക്ക് പോകും. കലൂരിൽ ആസിഫ് അലിയുടെ പെങ്ങൾ, അത് മറ്റേ പുള്ളിക്കാരി, മറ്റേ ലോഹത്തിലൊക്കെ ഉണ്ടല്ലോ, മുത്തുമണി എന്ന് പേരുള്ള ആ ഒരു ആക്ട്രസ്, അയാളും ജിനു, അവരും ജിനുവും കൂടെ, മറ്റേ ഭീമൻ്റെ വഴിയിലെ വില്ലൻ. ഈ സ്ത്രീ മേയറാണ്, കൊച്ചി മേയറാണ്, ഇയാളുടെ പെങ്ങളാണ്. പക്ഷേ അവരും കാശ് തരില്ല. രാത്രി പാതിരയ്ക്ക് അവിടെ ചെല്ലും, എനിക്ക് കാശ് കാണും, 25,000 വേണം, 10,000 വേണം എന്നൊക്കെ പറയും. എന്നിട്ടും കാശ് കിട്ടില്ല, അവർ തരില്ല എന്ന് പറയും. പിന്നെ അവസാനം ഇയാൾ പറയും എനിക്ക് തരാൻ പറ്റുന്നില്ല, എനിക്ക് നിങ്ങൾക്ക് കാശ് തരാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ആ നേരത്ത് പിന്നെ ആസിഫ് അലി കുടിച്ച പൂസായി പുള്ളി ഉറങ്ങും, വണ്ടി കിടന്നുറങ്ങും, ഓഫായി. അപ്പോൾ സുരാജിനാണെങ്കിൽ കാശ് കിട്ടണമില്ല. ആ നേരത്ത് സുരാജ് പിന്നെയും പഴയ ആളെ വിളിക്കും, അതായത് ഷൈൻ ടോം ചാക്കോനെ വിളിച്ച് പറയും എനിക്ക് കാശ് വേണം, നീ എങ്ങനെയെങ്കിലും താന്നൊക്കെ പറയും. അപ്പോൾ പുള്ളി പറയും എൻ്റെ കയ്യിൽ ഇപ്പോൾ 10,000 ഉള്ളൂ എന്ന് പറയും. അപ്പോൾ പുള്ളി ആ നേരത്ത് എവിടെയാണ് നിൽക്കണമെന്നൊക്കെ പറയും. അപ്പോൾ വണ്ടിക്കാരനാണെങ്കിൽ ദേഷ്യപ്പെടുന്നു, അയാളുടെ കാശും കിട്ടുന്നില്ല. അവസാനം ഈ ഷൈൻ ടോം ചാക്കോ വന്നിട്ട് 10,000 രൂപ കൊടുക്കും ഇയാൾക്ക്. കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ ടാക്സിക്കാരൻ പറയും എനിക്ക് കാശാദ്യം വേണം, ഈ വിനീത് തട്ടില്ല, അയാൾ പറയും എനിക്ക് കാശാദ്യം വേണമെന്ന് പറയും. അപ്പോൾ അയാളുടെ 7,000 കൊടുക്കും. പിന്നെ ബാക്കി കയ്യിൽ 3,000 ഉണ്ട്. അതും വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ആസിഫ് അലി വണ്ടിയിൽ ഛർദ്ദിക്കും. അപ്പോൾ പിന്നെ മര്യാദയ്ക്ക് ക്ലീൻ ചെയ്തോന്നൊക്കെ പറഞ്ഞ് സുരാജ് എല്ലാം ക്ലീൻ ചെയ്തു. പക്ഷേ സുരാജിൻ്റെ ക്യാരക്ടർക്ക് ഈ ആസിഫ് അലിയുടെ ക്യാരക്ടറിനോട് എന്തോ എപ്പോഴും ഒരു മമതയുണ്ട്. എന്തൊക്കെ ഇത്രയൊക്കെ കാശ് കിട്ടാതായിട്ടും പുള്ളി അങ്ങനെ ഇട്ടിട്ട് പോവില്ല. കൂടെയുള്ള ഈ ഷൈൻ ടോം ചാക്കോയും മറ്റേ പുള്ളിയും ഈ ആസിഫ് അലിയൊക്കെ ബോറാണെന്നൊക്കെ പറയും. പക്ഷെ എന്തോ ഇയാളങ്ങനെ ഇട്ടിട്ട് പോവില്ല, ഇയാൾ വഴിയിലിട്ടിട്ടൊന്നും പോവില്ല. എന്നിട്ട് പിന്നെ ടാക്സിക്കാരൻ പോവും. പിന്നെ ഈ ഷൈൻ ടോം ചാക്കോനെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഇയാളെ പറവൂർ വരെ എത്തിക്കും. പറവൂരാണ് ഇയാളുടെ വീട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് പറവൂർ വരെ എത്തിക്കണം എന്നൊക്കെ പറയും. അങ്ങനെ ഒരു ട്രിപ്പിൾസ് അടിച്ച് പിന്നെ അവസാനം പോണ വഴിക്ക് പോലീസ് വരെ കാണും. ഇവർ പോകുമ്പോൾ ഇവർക്കെന്തോ സംശയം തോന്നി പോലീസ് ഇവരുടെ പുറകെ വരും. എന്നിട്ടങ്ങനെ പോയി ഇവർ ചേസൊക്കെ നടത്തി ഇവരെങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് അവസാനം ഈ ഷൈൻ ടോം ചാക്കോൻ പറയും നിങ്ങളെന്താണെന്ന് വെച്ചാൽ അയക്കുമെന്നും പറഞ്ഞ് ഷൈൻ ടോം ചാക്കോൻ പോകും. അവസാനം ഇവർ രാത്രി വഴി കിടന്നുറങ്ങും. അവിടെ കിടന്നുറങ്ങി അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും ആസിഫ് അലിക്ക് ബോധമൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മളിവിടെ എത്തിയോ, എൻ്റെ വീട് എൻ്റെ തൊട്ടടുത്താണെന്ന് പറഞ്ഞ് ഇവർ നടന്ന് നേരെ വീടിൻ്റെ മുമ്പിലെത്തും. അപ്പോൾ സുരാജ് അപ്പോൾ പറയും വേണ്ടവരൊക്കെ എല്ലാം കറക്റ്റ് സ്ഥലത്ത് അവർ എത്തേണ്ട സ്ഥലത്ത് എത്തും, അല്ലാത്തവരൊക്കെ ഇങ്ങനെ വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കും. അയാളാണെങ്കിൽ കട്ടപ്പനയിൽ എത്തിയില്ല. കട്ടപ്പനയിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോട്ടയത്തേക്ക് വലിയ ഹോസ്പിറ്റലിലേക്ക് മാറ്റി അയാൾക്കാണെങ്കിൽ കാശുമില്ല. എന്നിട്ട് അവസാനം ഇയാൾ പറയും നിങ്ങൾക്ക് എന്നെ സഹായിക്കാനുള്ള മനസ്സുണ്ട്, അത് മതി, പക്ഷേ നിങ്ങൾക്ക് തരാൻ പറ്റിയില്ല, കുഴപ്പമില്ല എന്നും പറഞ്ഞ് പുള്ളി അടുത്ത വണ്ടി കയറി പോകും. ആ നേരത്ത് പെട്ടെന്ന് ബസ് കയറി പോയി കുറച്ച് വരുമ്പോഴത്തേക്കും ബസ് നിൽക്കും. ഇയാൾ എന്നിട്ട് സുരാജ് പുറത്തേക്ക് ഇറങ്ങി ഓടി വന്ന് ആസിഫ് അലിയെ കെട്ടിപ്പിടിച്ചിട്ട് പറയും എൻ്റെ പെങ്ങൾ വിളിച്ചു, നിങ്ങളുടെ ഭാര്യ 50,000 രൂപ എനിക്ക് തന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അയാൾ പറയും ശരിയാ, എൻ്റെ ഭാര്യ അങ്ങനെയാണ്, ആദ്യമൊക്കെ ഇങ്ങനെ കൂടെ നിൽക്കില്ല, പക്ഷെ അവസാനം നമ്മുടെ കൂടെ നിൽക്കും. ആദ്യം കുറേ ദേഷ്യപ്പെടുകയൊക്കെ ഉണ്ടാകും, പക്ഷെ അവസാനം നമ്മുടെ കൂടെ നിൽക്കും എന്നും പറഞ്ഞ് സുരാജിൻ്റെ വഴിക്ക് പോവും, ഇയാളുടെ വഴിക്ക്. ഇത്രയേ ഉള്ളൂ കഥ. ഇതിങ്ങനെ ഫുള്ളിങ്ങനെ കോമഡി രീതിയിൽ ഇങ്ങനെ
കണ്ടിരിക്കാൻ പറ്റിയൊരു പടമാണ്.